മിഥുൻ വിജയകുമാർ, താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ ഇതാ ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ ഈ യുദ്ധം എങ്ങനെ നടത്തണം, എങ്ങനെയാണ് അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകേണ്ടത്, അമേരിക്കയുടെ യഥേഷ്ടം ഭരണം നടത്തുന്ന ഒരു ഭരണമാറ്റം അവിടെ സാധ്യമാകുമെന്നൊക്കെ ട്രംപ് വീമ്പ് പറഞ്ഞതാണ്. എങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ? ആരെയും മധ്യസ്ഥ ശ്രമത്തിന് വേണ്ടി വിളിക്കുകയും ഇടപെടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നുണ്ടോ? ഇറാനെക്കുറിച്ചുള്ള അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നിരീക്ഷണങ്ങൾ, ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രഹസ്യ ഏജൻസികളാണ് ഇസ്രായേലിൻ്റേത് എന്നൊക്കെയാണല്ലോ അവകാശപ്പെട്ടിരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്തേക്ക് ശക്തിയുണ്ട് ഇറാന് എന്ന് ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണോ? നോക്കൂ അഭിലാഷ്, എനിക്ക് തോന്നുന്നത് ഈ ഒരു യുദ്ധത്തിന്റെ തുടക്കഘട്ടം, അതായത് നമ്മൾ ഈ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 1 ഇറാൻ ലോഞ്ച് ചെയ്തപ്പോൾ അതൊരു എന്താ പറയാ ഒരു റിറ്റാലിയേറ്ററി അറ്റംപ്റ്റ് ആയിരുന്നു. അന്ന് അത് ഭയങ്കരമായിട്ട് അവർക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാനും ഒരു എന്താ പറയുക ഒരു സിംബോളിക് വിക്ടറി അവിടെ കിട്ടിയിരുന്നു. കാരണം ഇറാൻ അയച്ച എല്ലാ മിസൈൽസും ഇന്റർസെപ്റ്റ് ചെയ്തു, അതൊന്നും ഫലിച്ചില്ല എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള കോൺഫിഡൻസ് ആണ് ഈ പറഞ്ഞ പോലെ ഇസ്രായേലിനും US ഒക്കെ കിട്ടിയത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ഒരു യുദ്ധത്തിനുള്ള ഒരു എന്താ പറയുക ഒരു പ്രചോദനം അവർക്ക് കിട്ടിയത്. പക്ഷേ യുദ്ധം നടന്നു കഴിയുമ്പോഴാണ് മനസ്സിലായത് ഇസ്രായേൽ ഇപ്പോൾ പല ടാക്ടിക്സും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവരിപ്പം ഇപ്പൊ ഈ ട്രൂ പ്രോമിസ് 4 അവർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം എന്താ പറയുക ഈ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ തന്നെ ഡാമേജ് ചെയ്യാൻ ഇറാനും സാധിക്കുന്നുണ്ട് ഇസ്രായേലിൽ. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു യുദ്ധം എത്തി നിൽക്കുന്ന ഒരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പീസ് ടോക്ക് നടക്കണം എന്നത് ഇപ്പോൾ അമേരിക്ക ആണെങ്കിലും ഇറാൻ ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ആർക്കും വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പല രീതിയിലുള്ള അറ്റാക്സുമാണ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ അമേരിക്ക നടത്തുന്നത്. ഇപ്പോൾ അവരുടെ കൂടുതലും ക്ലെയിംസ് ആണ്. ഒന്ന്, അവർ പറഞ്ഞു 154ഓളം കപ്പലുകൾ നശിപ്പിച്ചു കഴിഞ്ഞു. അവരുടെ ഈ പറഞ്ഞ പോലെ മിസൈൽ ലോഞ്ച് പാഡ്സ് എല്ലാം തന്നെ വളരെ ഇന്നോപ്പറബിൾ ആക്കി കഴിഞ്ഞു. ഒരു 330ഓളം ലോഞ്ച് പാഡ്സ് അത് ഇന്നോപ്പറബിൾ ആണെന്നാണ് അമേരിക്കയുടെ ക്ലെയിം. ടോട്ടൽ 470 ആണുള്ളത്. അതിൽ ഇത്രയും അധികം തകർത്ത് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. പിന്നെ അവരുടെ ഈ മിസൈൽ സ്റ്റോക്ക് പൈൽസ് അത് 66% നശിപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. പിന്നെ പല പല രീതിയിലുള്ള ക്ലെയിംസ് ആണ്. അവരുടെ ഈ പറഞ്ഞ എന്താ പറയാ സ്റ്റീൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സ് ഒക്കെ തകർത്ത് കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അമേരിക്ക ഒരു ഭാഗത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും ഇറാൻ ഇപ്പോഴും വിട്ടുകൊടുക്കുന്നില്ല. ഇറാൻ ഇപ്പോഴും യുദ്ധത്തിന് സജ്ജമായി നിൽക്കുകയാണ്. പക്ഷെ ഇതിൽ ഈ ലെബനൻ പോലുള്ള രാജ്യങ്ങളാണ് ഇപ്പം വിട്ടുകിടക്കുന്നത്. കാരണം അവിടെ ഒരു ഭാഗത്ത് ഹിസ്ബുള്ള ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ലെബനന്റെ ഇലക്ടഡ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പം ഹിസ്ബുള്ളയുടെ കൂടെ നിൽക്കണോ അതോ അമേരിക്കയുടെ കൂടെ നിൽക്കണോ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം അവിടെ ഇപ്പം 12 ലക്ഷത്തോളം ആളുകളെ ഇപ്പം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ലെബനനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇവര് ഹിസ്ബുള്ള ഇസ്രായേലിനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെബനനിലേക്ക് ഇസ്രായേൽ കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടുത്തെ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്. കാരണം അവർ കൂടുതലും വെസ്റ്റ് അലൈഡ് ആണ്, ഹിസ്ബുള്ളയ്ക്ക് എതിരെയാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് അവർക്കൊന്നും ചെയ്യാനും സാധിക്കുന്നില്ല. അപ്പൊ അവരുടെ ഒഫീഷ്യൽ ഗവൺമെന്റിന്റെ ആർമി ഇപ്പം ഒന്നും കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലും എന്താ പറയുക മറ്റ് രാജ്യങ്ങളാണ്, അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ അപ്പുറത്തേക്ക് മറ്റ് രാജ്യങ്ങളാണ് ബാധിച്ചിരിക്കുന്നത്. ഇപ്പൊ ലെബനൻ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ സുഡാനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഈ ഒരു ക്രൈസിസ് കാരണം ഓൾറെഡി എന്താ പറയുക തകർച്ചയിലുള്ള ഒരു രാജ്യമാണ്. അവർക്കുള്ള ഈ ഭക്ഷ്യക്ഷാമം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ എയ്ഡ്സ് ഒക്കെ കട്ട് ഓഫ് ആയിട്ടുണ്ട് പൂർണ്ണമായിട്ടും. ഈ ഫ്യൂൽ സപ്ലൈ അല്ലെങ്കിൽ ഫുഡ് സപ്ലൈ ഇതെല്ലാം കട്ട് ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ അത് ഈ രാജ്യങ്ങളെ ബാധിക്കുന്നുണ്ട്. പിന്നെ പാലസ്തീൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ട, അവരുടെ GDP എന്തായാലും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങൾ ഒരു 2022 എക്കണോമിക് ക്രൈസിസ് നിന്ന് പുറത്തേക്ക് വരാൻ നോക്കുന്ന രാജ്യങ്ങൾ, ശ്രീലങ്കയെ പോലുള്ള രാജ്യങ്ങൾ പോലും അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു യുദ്ധം കൊണ്ട് ആർക്കാണ് ലാഭം, ആർക്കാണ് നഷ്ടം, അമേരിക്ക ജയിക്കുന്നോ ഇറാൻ ജയിക്കുന്നോ എന്നല്ല, ടോട്ടലി ഈ ഒരു റീജിയനെ വലിയ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു യുദ്ധം. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം ഗ്രോസറി സപ്ലൈ എമർജൻസിയാണ് അവർക്ക്. കാരണം അവരുടെ കൂടുതൽ ഫുഡ് സപ്ലൈസും വരുന്നത് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലാണ്. അപ്പൊ അതൊക്കെ ഇപ്പോൾ ഈ എയർലിഫ്റ്റ് ചെയ്തിട്ട് അവിടെ എത്തിക്കുന്നത് കൊണ്ട് എല്ലാത്തിന്റെയും വില ഒരു 120% കൂടിക്കഴിഞ്ഞു. മേജർ എയർലൈൻസ് എല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ എത്തിഹാദ്, എമിറേറ്റ്സ്, ഖത്തർ എയർവേസ് ഇവരുടെയൊക്കെ ഓപ്പറേഷൻസ് ഒക്കെ സസ്പെൻഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിലൂടെ ബില്യൺസ് ആണ് നഷ്ടങ്ങൾ വരുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ണെങ്കിൽ ഈ യുദ്ധം കൊണ്ട് ആർക്കാണ് ലാഭം, ആർക്കാണ് നഷ്ടം നമുക്ക് പറയാൻ പറ്റില്ല. അമേരിക്ക തുടങ്ങി വെച്ചപ്പോൾ നമ്മൾ കരുതി പെട്ടെന്ന് തന്നെ ഇറാനെ അങ്ങ് തകർത്ത് കളയും. കാരണം മുമ്പത്തെ ഒരു അനുഭവം വെച്ചിട്ട് അങ്ങനെയാണല്ലോ. അവരുടെ ഈ ഇനീഷ്യലി അവരുടെ ഈ എന്താ പറയാ മിലിറ്ററി ഹെഡ്സിനൊക്കെ കൊല്ലുന്നു, മറ്റ് ഇപ്പൊ ഫസ്റ്റ് സ്ട്രൈക്ക് തന്നെ അവരുടെ സുപ്രീം ലീഡറിനെ ഇല്ലാതാക്കുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പം ഈ യുദ്ധം എന്തുകൊണ്ടും അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ അത് കൺട്രോൾ ചെയ്തെന്ന് തോന്നുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പം വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞപ്പോൾ റഷ്യക്കാണ്. കാരണം റഷ്യക്ക് ഇപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഒന്ന് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. കാരണം ആ ഒരു യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് അമേരിക്കയുടെ ശ്രദ്ധ പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞു. റഷ്യയാണ് ഇതിലൊരു വിന്നറായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഈ മൊത്തം യുദ്ധം കൊണ്ടുള്ളൊരു നേട്ടം റഷ്യക്ക് വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ യുദ്ധം കൊണ്ട് ഇന്ത്യ അടക്കം ഇതിലൊക്കെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ പോലും ഇത് ബാധിക്കുന്നുണ്ട്. സോ
ഒരു വിന്നർ ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പൊ നിൽക്കുന്നത്. അതായത് യുദ്ധം ഒരു പരിസമാപ്തിയിലേക്ക് എന്നതിന്റെ ഒരു സൂചനയും ഇപ്പോഴും കാണേണ്ടതില്ല അല്ലെ? ഒരു പരിസമാപ്തിയിലേക്ക് എന്ന് പറയേണ്ട ഒരു ഘട്ടം എത്തിയോന്ന് അറിയില്ല. കാരണം ഇപ്പൊ ഇറാനെ സംബന്ധിച്ച് IRGCയെ സംബന്ധിച്ച് അവരുടെ സുപ്രീം ലീഡറെ ഇല്ലാതാക്കി അത് അവർ എന്ത് മറുപടിയാണ് അവരുടെ രാജ്യത്തുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. മാത്രമല്ല അവർക്കെതിരെ അമേരിക്ക ഒരു ഈ ഇൻഫർമേഷൻ വാർഫെയർ നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രംപ് ഫോക്സ് ന്യൂസിന് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് സുപ്രീം ലീഡർ ഒരു ഗേ ആണ്. അപ്പം ഹോമോസെക്ഷാലിറ്റി ഇത്രയധികം എന്താ പറയുക എതിർക്കുന്ന ഒരു രാജ്യത്ത് അവരുടെ സുപ്രീം ലീഡർ ഗേ ആണെന്നൊക്കെ പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട് അവിടെ. അവർക്ക് അത് എന്തുകൊണ്ടും അതിനെ റെസിസ്റ്റ് ചെയ്തേ പറ്റൂ. അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിയുമ്പം അവരുടെ സ്ട്രോങ് പൊസിഷനിൽ തന്നെ നിൽക്കും. അപ്പൊ ട്രംപ് ചെയ്യുന്നിടത്തോളം ശരിയാ നമുക്കറിയില്ല. പക്ഷെ ഈ ഒരു സമയത്ത് ആരും വിട്ടുകൊടുക്കാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അതാണല്ലോ ഡോക്ടർ മോഹൻ വർഗീസ് ഇത് അങ്ങേയറ്റം കലുഷിതമാക്കുന്ന ആശങ്കാജനകമാകുന്ന സാഹചര്യം. ഇതിപ്പോഴിതാ ഈ ഹൂതികൾ കൂടി പ്രത്യക്ഷമായ പോരാട്ടത്തിന് വരുമ്പോൾ ആ ചെങ്കടലിലേക്ക് കൂടി അതിൻ്റെ ആശങ്ക വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലടക്കം ആക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അബുദാബിയിൽ ആക്രമണം നടന്ന സാഹചര്യം ഉണ്ടാകുന്നു. സൗദിയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമത്താവളത്തിൽ ആക്രമണം ഉണ്ടാകുന്നു. ഒമാനിലെ സലാല തുറമുഖത്ത് ആക്രമണം ഉണ്ടാകുന്നു. ഇതാണൊരു സാഹചര്യം എന്നതാണ്. അതിൻ്റെ തുടക്കം എന്നത് ഒരു പക്ഷേ ഈ വാക്ക് പാഴ്വാക്കായി ട്രംപിൻ്റേത് എന്നതാണ്. കാരണം യുദ്ധത്തിന് ഒരു ഇടവേള നൽകിയിരുന്നു. അതിനിടയിലാണ് വീണ്ടും ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റിന് നേരെ ആക്രമണം ഉണ്ടായത്. ഇറാൻ എക്കാലത്തും പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, തങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഇതൊരു മേഖലാ യുദ്ധമായി, എല്ലാ അർത്ഥത്തിലും മേഖലാ യുദ്ധമായി പരിണമിക്കും. അത് അക്ഷരാർത്ഥത്തിൽ നിറവേറ്റപ്പെടുന്ന ഒരു കാഴ്ചയാണ്. അത് അഭിലഷണീയമായ കാര്യമല്ല, സ്വാഗതാർഹമായ കാര്യമല്ല, പക്ഷേ അത് സംഭവിക്കുന്നു. അതുകൊണ്ടാണ് 4ാമത്തെ പ്രാവശ്യമാണ് യുദ്ധം തുടങ്ങിയതാണ്. 1 മാസം പിന്നിട്ടിരിക്കുന്നു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം 4ാം തവണയാണ് ആക്രമണ വിധേയമാകുന്നത്. അബുദാബി, ദുബായ് വിമാനത്താവളങ്ങൾ പല ആവർത്തി ആക്രമണ വിധേയമായിരിക്കുന്നു. ഈ ഖത്തർ എത്രയോ തവണയാണ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തിന്? ഇറാനോട് ലേശം ചേർന്ന് നിൽക്കുന്ന രാജ്യം കൂടിയായ സോഫ്റ്റ് കോർണറുള്ള ഒമാൻ പോലും, ഒമാന്റെ പോർട്ടുകൾ പോലും ഈ കഴിഞ്ഞ രാത്രിയിലും ആക്രമണ വിധേയമായിരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതെല്ലാം രീതിയിൽ എസ്കലേറ്റ് ചെയ്യാമോ അതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. അവിടെ മാത്രമല്ല 2 ചോക്ക് പോയിന്റുകളാണ് മധ്യ പൗരസ്ത്യ പ്രദേശത്തെ. ശ്രീ അഭിലാഷ്, 2 പ്രധാനപ്പെട്ട ചോക്കിംഗ് പോയിന്റ്സ് ഉണ്ട്. അതിലൊന്നാണ് നമ്മളേറെ സംസാരിക്കുന്ന ഈ ചെങ്കടലിലെ, അതായത് പേർഷ്യൻ ഗൾഫിലേക്കുള്ള പ്രവേശന കവാടമായ ഹോർമൂസ് കടലിടുക്ക്. അത് തീർച്ചയായും ഇറാന്റെ ഒരു ബാക്ക് യാർഡ് തന്നെയാണ്. അവിടെ ഇറാന് ചരിത്രപരമായി ഒരു മേധാവിത്വം ഉണ്ടായിരുന്നു. വെൻ അതർ തിങ്സ് റിമെയിൻ ഈക്വൽ, അവിടെ കൂടെ കപ്പലുകൾ പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഏതെങ്കിലും രീതിയിൽ ഇറാൻ പ്രൊവോക്ഡ് ആണെങ്കിൽ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കുന്ന വലിയ രീതിയിലുള്ള അസ്ഥിരത അവിടെ സമ്മാനിക്കാൻ ഇറാന് കഴിയും. കാരണം ഇറാന്റെ ജിയോഗ്രഫി അങ്ങനെയാണ്. ഏതാണ്ട് 1000-ലധികം കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ആ തീരപ്രദേശത്ത് ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും തന്നെ ഏതാണ്ട് സാഗ്രോസ് മൗണ്ടൻ റേഞ്ചസ് തന്നെ 1900-ഓളം കിലോമീറ്റർ നീണ്ടു കിടക്കുകയാണ് ഇറാന്റെ തെക്കൻ തീരം. അവിടെ കൂടുതലും ഈ നിമ്നോന്നതമായ പ്രദേശമാണ്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് കടലിലൂടെ പോകുന്ന ഏത് കപ്പലിനെയും ലക്ഷ്യം വെക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ കടലിന്റെ അടിത്തട്ടിലുള്ള സബ്മറൈൻസ്, അതുപോലെ മൈനുകൾ വിതറാനുള്ള സാഹചര്യം. അപ്പൊ ഹോർമൂസിന് മേൽ ഈ ഇറാന് ഉണ്ട് എന്ന് പറയുന്ന ഗ്രിപ്പ് ഒരു നെഗോസിയേഷനിലൂടെ മാത്രമേ ഇപ്പോൾ ആയൂ. നോക്കൂ, കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 5 പ്രപ്പോസൽ വെച്ചു. അതോടൊപ്പം ഒന്നുകൂടി ചേർത്ത് പറഞ്ഞു, ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ പോകുമ്പോൾ തങ്ങൾ നിയമവിധേയമായി ചുങ്കം പിരിക്കും. അതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണത്തിലേക്ക് കടക്കുന്ന ഇറാനെ കണ്ടു. അപ്പൊ യുദ്ധം തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. ഹോർമൂസിലൂടെ ഒരു കപ്പലും കടന്നു പോകുന്നതിന് ഒരു രാജ്യവും കപ്പം പിരിച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.